അന്ന് രാത്രി നല്ല മൂടൽമഞ്ഞായിരുന്നു. ഒന്നും വ്യക്തമായി കാണാൻ കഴിയാത്ത അവസരത്തിൽ ഇനി ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഇന്ന് ടൈറ്റാനിക് ആരും പുറത്തെടുക്കാത്തത്? ഈ ചോദ്യത്തിന് ഉത്തരങ്ങൾ ഒരുപാടുണ്ട്. അതായത് ടൈറ്റാനിക് കടലിൽ മുങ്ങിത്താണിട്ട് ഏകദേശം 110 വർഷങ്ങളോളം പിന്നിട്ട് കഴിഞ്ഞു. അതായത് ഏകദേശം 1 നൂറ്റാണ്ട് കാലമായി ടൈറ്റാനിക് കടലിന്റെ അടിത്തട്ടിൽ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ടൈറ്റാനിക്കിന്റെ പല ഭാഗങ്ങളും ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതായത് ടൈറ്റാനിക് പുറത്തെടുക്കാൻ ശ്രമിച്ചാലും കപ്പൽ പൊടിഞ്ഞു പോകാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ ടൈറ്റാനിക് ഈ അവസ്ഥയിൽ പുറത്തെടുക്കുന്നത് മണ്ടത്തരമായിരിക്കും. കൂടാതെ ടൈറ്റാനിക് സമുദ്രത്തിന്റെ 12,500ഓളം അടി താഴ്ചയിലാണ് കിടക്കുന്നത്. അതായത് ഏകദേശം 4 കിലോമീറ്ററോളം ആഴത്തിൽ. ഇത്രയും ആഴത്തിലുള്ള കടലിന്റെ സമ്മർദ്ദം നമ്മൾ ചിന്തിക്കുന്നതിലും അപകടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും താഴ്ചയിൽ പോയി ആ കപ്പൽ പൊക്കിക്കൊണ്ടുവരിക എന്നത് വലിയ അപകടം നിറഞ്ഞ കാര്യമാണ്. ഇതിനൊക്കെ പുറമെ ടൈറ്റാനിക്കിലെ വിലമതിപ്പുള്ള വസ്തുക്കളും നിധികളും. അതുകൊണ്ട് തന്നെ കോടികൾ മുടക്കി ടൈറ്റാനിക് പുറത്തെടുത്താലും പുറത്തെടുക്കുന്നവർക്ക് അതിലും വലിയ ലാഭം കണ്ടെത്താൻ കഴിയില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ടൈറ്റാനിക് പുറത്തെടുക്കാൻ പല പദ്ധതികൾക്കും പല കാലങ്ങളിലായി ചർച്ച ചെയ്തിട്ടുണ്ട് എന്നതാണ് മറ്റൊരു സത്യം.